അച്ഛനോടൊപ്പം നിന്ന് കൃഷിപാഠങ്ങൾ പഠിച്ച് അദ്ദേഹത്തിൻ്റെ പാത പിന്തുടരണം എന്ന ഉറച്ച തീരുമാനമെടുത്ത് സംയോജിത കൃഷിയിലേക്ക് കടന്നു വന്ന ശാരിക എന്ന യുവ കർഷകയെ നമുക്ക് ഇന്ന് പരിചയപ്പെടാം. പ്രതിസന്ധി ഘട്ടങ്ങളെ മറികടക്കാൻ കൃഷി ഒരു നല്ല മാർഗമായി സ്വീകരിച്ച ഭുവനേന്ദ്രൻ നായർ ശോഭനകുമാരി ദമ്പതികളുടെ മകളാണ് തൊളിക്കോട് പുളിച്ചാമ്പല വാർഡിൽ ശ്രീമതി ശാരിക. സംസ്ഥാന കൃഷി വകുപ്പിൻ്റെ മികച്ച മട്ടുപ്പാവ് കർഷകനുള്ള സംസ്ഥാന പുരസ്കാരം നേടിയ കർഷകനാണ് ശ്രീ ഭുവനേന്ദ്രൻ നായർ. പൊതുവെ വനിതകൾ കടന്നു വരാൻ മടിക്കുന്ന ഒരു രംഗമാണല്ലോ ഈ കൃഷി എന്ന് പറയുമ്പോൾ. ഇതിലേക്ക് ശാരികയ്ക്കുണ്ടായ താല്പര്യവും ഇതെങ്ങനെയാണെന്ന് വിശദീകരിക്കാമോ? അച്ഛനാണ് കൃഷി ചെയ്തിരുന്നത്. അപ്പോൾ അച്ഛൻ്റെ കൂടെ നിന്ന് കണ്ടു പഠിച്ചിട്ടാണ് എനിക്കതിൽ ഇൻട്രസ്റ്റ് തോന്നിയത്. പിന്നെ കഴിഞ്ഞ മാസം വരെ അച്ഛൻ ഉണ്ടായിരുന്നു. അച്ഛനാണ് എന്നെ ഹെൽപ്പ് ചെയ്തത്. മരണപ്പെട്ട ശേഷം വീണ്ടും ഞാൻ ഒന്നുകൂടെ തുടങ്ങിയിരിക്കുകയാണ് കൃഷി ചെയ്യാനായിട്ട്. പിന്നെ പുള്ളിയുടെ കൂടെ നിന്നുള്ള സഹായം, പുള്ളിയായിരുന്നു ഏറ്റവും കൂടുതൽ എന്നെ എൻകറേജ് ചെയ്തത് കൃഷി ചെയ്യാൻ. എന്താണെന്ന് വെച്ചാൽ എപ്പോഴും പറയും, ആർക്ക് മണ്ണ് വാരി കഴിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ കാശുണ്ടാക്കിക്കൊണ്ട് അത് ഭക്ഷിക്കാൻ പറ്റില്ല, ഭക്ഷണത്തിന് ഭക്ഷണം തന്നെ വേണം. അപ്പോൾ നമ്മൾ കൃഷി ഒരു സർവീസായിട്ട് കാണണം എന്നുള്ള ഒരു ഇതിലായിരുന്നു പുള്ളിക്കാരൻ. അപ്പോൾ കുറച്ചൊക്കെ പക്ഷെ പ്രയാസമാണ് ചെയ്യാനായിട്ട്. കാരണം ലേബർ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഇവിടെയാണെങ്കിലും അങ്ങനെ തന്നെ, കൂലി ഭയങ്കര, ചിലവ് ഭയങ്കരം, കൃഷി ചെലവ് ഭയങ്കരമാണ്. എന്നാലും അച്ഛൻ പകർന്നു തന്നതെല്ലാം കൊണ്ട് നടക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. മണ്ണും പണവും തിന്നാൻ പറ്റില്ല. വിശപ്പിന് മണ്ണിൽ നിന്നുള്ള വിളവ് തന്നെ വേണം. അതിന് കൃഷി ഒരു സേവനമായി കാണണം. അച്ഛൻ്റെ ഈ വാക്കുകളാണ് ഇന്ന് യുവജനങ്ങൾ കടന്നു ചെല്ലാൻ മടിച്ചു നിൽക്കുന്ന കാർഷിക മേഖലയിൽ ഉറച്ചു നിൽക്കാൻ ഈ യുവ കർഷകയ്ക്ക് ഊർജം നൽകുന്നത്. ഭർത്താവും 2 കുട്ടികളും ഇക്കാര്യത്തിൽ ശാരികയ്ക്ക് ഉറച്ച പിന്തുണ നൽകുന്നു. മരച്ചിനിയാണ് ഇവിടെ നടാൻ ഉദ്ദേശിക്കുന്നത് ഈ ഭാഗത്ത്. പിന്നെ ബാക്കി ചേന, ചേമ്പ്, അങ്ങനെ കിഴങ്ങുകളെല്ലാം ചെയ്യണം. പിന്നെ പച്ചക്കറി കൃഷി ചെയ്യാനുണ്ട്. വിത്തുകളെല്ലാം കഴിഞ്ഞു. നമ്മുടെ സംസ്ഥാന ഫലത്തിന് അർഹിക്കുന്ന അംഗീകാരം ഇവിടെ ലഭിക്കുന്നുണ്ട്. 12 ഇനം പ്ലാവുകളാണ് ഇവിടെ നിലവിലുള്ളത്. കോവിഡ് കാലത്ത് ഏറെ ഉപകരിച്ച ഈ ഫലവൃക്ഷം കൂടുതൽ സ്ഥലത്തേക്ക് വ്യാപിപ്പിക്കാനാണ് ശാരികയുടെ തീരുമാനം. കൂടുതലായിട്ടും പ്ലാവാണ്. വിവിധ ഇനം പ്ലാവുകൾ വെച്ചിട്ടുണ്ട്. ഒരു 12ഓളം തൈകൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതിൻ്റെ പിന്നിൽ എൻ്റെ ഭർത്താവാണ്. പുള്ളിക്കാരനാണ് അതിൽ ഇൻട്രസ്റ്റ് എടുത്ത് വാങ്ങിക്കൊണ്ട് വന്ന് വെച്ചത്. കാരണം പ്ലാവ് നമുക്ക് എപ്പോഴും ഉപയോഗമുള്ളൊരു കാര്യമാണല്ലോ. ഈ കോവിഡിൻ്റെ സമയത്തൊക്കെ ഒരുപാട് എല്ലാവരെയും ഹെൽപ്പ് ചെയ്തത് പ്ലാവാണ്. അപ്പം ഇനിയും ഇതുപോലൊരു ഭക്ഷ്യ ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ നമുക്ക് എപ്പോഴായാലും ഉപയോഗപ്പെടും എന്നുള്ള ഇതിലാണ്. പിന്നെ കമുകിൻ വെച്ചിട്ടുണ്ട്. തെങ്ങും തൈ കൂടുതലായിട്ട് വെക്കും. ഇതിനോടൊപ്പം വിവിധയിനം മാവുകൾ, റംബുട്ടാൻ, മലേഷ്യൻ ഫ്രൂട്ട്, മാംഗോസ്റ്റീൻ, ചെറി തുടങ്ങിയ ഫലവൃക്ഷങ്ങളും ഇവിടെയുണ്ട്. അടുത്ത കാലത്ത് അമ്മയ്ക്കും അച്ഛനും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായ കാരണം പശുക്കളുടെ എണ്ണം 15-ൽ നിന്നും 2ആയി ചുരുക്കിയിരിക്കുകയാണ് ഇപ്പോൾ. നാടൻ കോഴിയും കരിങ്കോഴിയും BV 380 എന്ന ഇനവും ഉൾപ്പെട്ടതാണ് ഇവിടത്തെ കോഴി വളർത്തൽ യൂണിറ്റ്. ഇറച്ചിക്കോഴികളെയും ഉൾപ്പെടുത്തി യൂണിറ്റ് വിപുലീകരിക്കുക എന്നതാണ് ഇവരുടെ അടുത്ത ലക്ഷ്യം. ഇവിടെയുള്ള സ്വാഭാവിക കുളത്തിൽ തിലാപ്പിയ ഇനം മത്സ്യങ്ങളെയാണ് ഇപ്പോൾ വളർത്തി വരുന്നത്. സമ്മിശ്ര രീതിയിലുള്ള കൃഷിയാണ് ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാൻ ഏറെ നല്ലത് എന്ന് ഈ കുടുംബം അഭിപ്രായപ്പെടുന്നു. അടുത്തിടെ കാട്ടുപോത്തുകളുടെ ആക്രമണത്തിൽ നശിക്കപ്പെട്ടുപോയ തേനീച്ചക്കൂടുകൾക്ക് പകരം പുതിയവ സ്ഥാപിക്കാനുള്ള ശ്രമത്തിലാണ് ശ്രീമതി ശാരിക. ജൈവമാലിന്യ സംസ്കരണത്തിനായി ഒരു വലിയ ബയോഗ്യാസ് പ്ലാന്റ് ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. ഇതിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്യാസ് 2 കുടുംബങ്ങൾ പാചകാവശ്യത്തിനായി ഉപയോഗിക്കുന്നു. സ്ലറി ചെടികളുടെ പോഷണത്തിന്. ശാരികയുടെ ഈ സംരംഭത്തിന് എല്ലാവിധ പ്രോത്സാഹനവും തൊളിക്കോട് കൃഷിഭവൻ നൽകുന്നുണ്ട്. ഞങ്ങളുടെ തൊളിക്കോട് കൃഷിഭവനിൽ നിന്ന് വളരെ നല്ല രീതിയിലുള്ള സഹകരണം കിട്ടുന്നുണ്ട്. കൃഷി ഉദ്യോഗസ്ഥരും കൃഷി അസിസ്റ്റന്റോ എല്ലാവരും വന്ന് വേണ്ട ഉപദേശങ്ങളൊക്കെ തരാറുണ്ട്. പിന്നെ നിർദ്ദേശങ്ങൾ തരാറുണ്ട്. പിന്നെ പദ്ധതികളൊക്കെ വരുമ്പോൾ അറിയിക്കാറുണ്ട്. ഇപ്പോൾ തന്നെ ഗംഗാബോണ്ടം തെങ്ങിൻ്റെ തൈകൾ
രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചെറിയൊക്കെ അവിടുന്ന് തന്ന തൈകളാണ്. ഒരുപാട് പച്ചക്കറി തൈ തരാറുണ്ട്. കൃഷി തുടർന്നു കൊണ്ടുപോകാൻ അവർ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ ഏറെയാണ്. പ്രധാനമായും ജോലിക്ക് ആളെ കിട്ടുന്നില്ല. അതൊരു വലിയ ബുദ്ധിമുട്ടാണ്. സമയത്തിന് കളയെടുക്കാനോ അല്ലെങ്കിൽ പറിച്ചു മൂടി അടുത്ത കൃഷിയുടെ ഓരോ ഘട്ടമുണ്ട്. അപ്പോൾ ഒരു പ്രാവശ്യം നട്ട് കഴിഞ്ഞാൽ അതിന് അടുത്ത സെക്ഷനിൽ വളമിടാനോ അതിന് പറിച്ചു മൂടാനോ ഒക്കെ ആളെ അന്വേഷിച്ച് വരുമ്പോഴത്തേക്കും അതിൻ്റെ സമയം കഴിഞ്ഞു പോകും. പിന്നെ മഴ കൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ട്, മഴക്കാലമായ റോഡിൽ നിന്ന് വരുന്ന വെള്ളം ഇങ്ങോട്ടേക്കാണ് വരുന്നത്. അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ചാല് വെച്ചിട്ടുണ്ട്, പക്ഷേ ഈ ആളുകൾ വലിച്ചെറിയുന്ന വേസ്റ്റും പ്ലാസ്റ്റിക് മാലിന്യവും കാരണം അത് അടഞ്ഞു പോവുകയും വെള്ളം കൃഷിസ്ഥലത്തേക്ക് കയറുകയും ചെയ്യുന്നു. അതൊരു വലിയ ബുദ്ധിമുട്ടാണ്. ഒത്തിരി പ്രതിസന്ധി ഘട്ടങ്ങൾ ജീവിതത്തിൽ അഭിമുഖീകരിക്കേണ്ടി വന്നപ്പോഴും ഒരു നല്ല നാളേക്കായുള്ള പ്രതീക്ഷകൾ നൽകിയത് കൃഷിയാണ് എന്ന് ഈ കുടുംബം അഭിപ്രായപ്പെടുന്നു. പുതുതലമുറ കൃഷിയിലൂടെ ആരോഗ്യപരമായ ഒരു ജീവിതം കെട്ടിപ്പടുക്കണം എന്നതാണ് ഇവരുടെ ആഗ്രഹം. അതിനായി യുവജനങ്ങൾ തയ്യാറായി മുന്നോട്ട് വരും എന്ന് തന്നെയാണ് ഇവരുടെ പ്രതീക്ഷ. പൊതുവെ യുവജനങ്ങൾ വിമുഖത കാണിക്കുന്ന കാർഷിക രംഗത്തേക്ക് എല്ലാം ഉറച്ച മനസ്സോടുകൂടി കടന്നു വന്ന ശാരികയ്ക്ക് എല്ലാവിധ ഭാവുകങ്ങളും, അതോടൊപ്പം തന്നെ ഇത് മറ്റ് യുവജനങ്ങൾക്ക് ഒരു മാതൃകയാക്കാനും ഈ ഒരു സംരംഭം സഹായിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. വളരെയധികം നന്ദി.